CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒട്ടുമിക്ക എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയും ഒരു ആഗ്രഹമാണ് പുതിയ പരിശീലകനെ ഒന്ന് കാണുവാനും, കൂടാതെ തന്നെ പുതിയ പരിശീലകന്റെ സ്ട്രാറ്റജിയും, കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ ഫോർമേഷനും ബാക്കിയുള്ള പ്ലാനുകളൊക്കെ ഒന്ന് അറിയുവാൻ വേണ്ടിയിട്ടും അദ്ദേഹമായുള്ള ഒരു അഭിമുഖത്തിന് വേണ്ടിയിട്ടും ഒക്കെ എല്ലാവരും അതിന് വേണ്ടിയിട്ടാണ് നിലവിൽ കാത്തിരിക്കുന്നതും. ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയുമായിട്ടുള്ള ആദ്യ പ്രസ് കോൺഫറൻസ് ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുകയാണ്. ഏതായാലും അത് ഉറപ്പിച്ചിട്ടുള്ള ദിവസം എന്നുള്ളത് 3-ാം തീയതിയാണ്. ഈ വരുന്ന 3-ാം തീയതി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ PC റൂമിൽ വെച്ചായിരിക്കും ഈ ഒരു പ്രസ് കോൺഫറൻസ് നടക്കുക. ഏതായാലും 11:30 മുതൽ 12:30 വരെ ആയിരിക്കും ഇതിന്റെ ടൈം എന്നുള്ളത്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാല മാത്രമായിരിക്കില്ല ആരാധകരെ അഭിമുഖം ചെയ്യുവാൻ വേണ്ടി എത്തിയേക്കുക. അദ്ദേഹത്തോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ CEO ആയിട്ടുള്ള അഭിഷേക് ചാറ്റർജിയോടൊപ്പം തന്നെ നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിട്ടുള്ള കാലോലിസ് കിൻഗിസും ഈ ഒരു പ്രസ് കോൺഫറൻസിൽ ചേർന്നേക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 പേരുമായിരിക്കും പ്രസ് കോൺഫറൻസ് ഹാൻഡിൽ ചെയ്യുക. അതാണ് പുതിയ പരിശീലകനായിട്ടുള്ള കാറ്റാല അദ്ദേഹത്തെക്കുറിച്ചും, കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ പ്ലേയിങ് സ്റ്റൈലിനെ കുറിച്ചും ഫോർമേഷനെ കുറിച്ചും ഒക്കെ ഈ ഒരു പ്രസ് കോൺഫറൻസിൽ പറയുന്നതായിരിക്കും. കൂടാതെ തന്നെ ഇനി അങ്ങോട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുന്നിലുള്ളത് എന്താണെന്ന് വെച്ചാൽ സൂപ്പർ കപ്പ് മാത്രമാണ്. സൂപ്പർ കപ്പിന് എങ്ങനെയെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് ഒരു കപ്പെങ്കിലും അടിച്ചു കൊടുക്കുക, അഥവാ എങ്ങനെയെങ്കിലും നേടിക്കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് മാത്രമായിരിക്കണം ഇനി അങ്ങോട്ട് കാറ്റാല എന്നുള്ള ഈ ഒരു പരിശീലകൻ പ്രവർത്തിക്കേണ്ടത്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് മുംബൈ സിറ്റി എഫ്സിയുടെ ആരാധകരെ സംബന്ധിച്ചുള്ളതാണ്. അവർക്ക് വളരെയധികം നിരാശ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. അതെ, മുംബൈ സിറ്റിയുടെ സൂപ്പർ താരമായിട്ടും അഥവാ ഡിഫൻസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആകാശ് മിശ്രയെ മറ്റൊരു ടീം നിലവിൽ നോട്ടമിട്ട് കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അതൊരു ISL ടീമൊന്നുമല്ല. ഏതായാലും ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ്: സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഡെയിലി ബ്ലൈൻഡിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള മുംബൈ സിറ്റി FC-യിൽ നിന്ന് വേനൽക്കാലത്ത് അഥവാ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഇന്ത്യൻ പ്രതിരോധ താരം അഥവാ പ്രതിരോധ ലെഫ്റ്റ് വിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആകാശ് മിശ്ര എന്നുള്ള താരത്തെ സൈൻ ചെയ്യുവാൻ വേണ്ടി ജിറോണ FC ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISL-നെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.